വിനേഷ്, ഇപ്പോൾ സന്തോഷിന്റെ മൃതദേഹം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ? അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? അസിത, ഇവിടെ നിന്ന് മൃതദേഹം ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല. തൽക്കാലത്തേക്ക് മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട്. അതിനൊന്നും തന്നെ ഈ കൂടെയുള്ള ആളുകൾ തൽക്കാലം ഇതിനൊരു തീരുമാനമാകാതെ മറ്റുള്ള നടപടിയായി മുന്നോട്ട് പോകുന്നതിനോട് ഒരു തരത്തിലും സഹകരിക്കില്ല എന്ന് തന്നെയാണ് കൂടെയുള്ള സഹപ്രവർത്തകരും അതുപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും അവർ പറയുന്നത് ഇത് വലിയൊരു ചികിത്സാ പിഴവ് തന്നെയാണ്, വലിയൊരു വീഴ്ചയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡിവൈഎസ്പി, അതായത് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി സുനിൽകുമാർ അവരോട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. പക്ഷേ അതിലൊന്നും തന്നെ തങ്ങൾ എന്തായാലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നില്ല. പകരം ഇവിടെ DMOയോ അല്ലെങ്കിൽ ആശുപത്രി സൂപ്രണ്ടെങ്കിലും വരാൻ തയ്യാറാകണമെന്നാണ്. നമ്മൾ അല്പസമയം മുമ്പ് ആശുപത്രി സൂപ്രണ്ടിനെ വിളിച്ചിരുന്നു ഫോണിൽ. പക്ഷേ അവർക്ക് ഇപ്പോൾ ഇവിടെ എത്താനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് അവർ പറയുകയും ചെയ്തു. കാരണം 5:30 ഈ സംഭവം നടന്നിട്ട് 8 മണിക്കാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. 8 മണി 2.5 മണിക്കൂറിനിടയിൽ ഒരു തവണ പോലും ആശുപത്രി സൂപ്രണ്ട് ഇവിടെ വന്നിട്ടില്ല. ബന്ധപ്പെട്ട അധികൃതർ, അതായത് ഉത്തരവാദിത്തപ്പെട്ട ആരും, ഇവിടുത്തെ ഡോക്ടർമാരും അതുപോലെ തന്നെ ഡോക്ടർമാരുണ്ട്, അതുപോലെ തന്നെ നഴ്സുമാരും മറ്റു ആളുകളും മാത്രമാണുള്ളത്. ഇവർക്കൊരു ഉറപ്പ് ലഭിക്കണമെങ്കിൽ ഇതിൽ DMOയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആശുപത്രി സൂപ്രണ്ട് ആരെങ്കിലും വരേണ്ടതുണ്ട് എന്നാണ്. പക്ഷേ ഇതിൽ കൃത്യമായ പരാതി ലഭിക്കുന്ന മുറയ്ക്ക് നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നുണ്ട്. വിനീഷ്, ഒന്ന് തുടരുക. ഇപ്പോൾ നേരത്തെ വിനീഷ് പറഞ്ഞതുപോലെ ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു പ്രാഥമിക പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. ഈ ചികിത്സ വൈകിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പക്ഷേ നിലവിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് KCB കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ആണെന്ന് തോന്നുന്നു ആ പ്രതിഷേധം നടത്തുന്നത്. ഈ സഹപ്രവർത്തകന്റെ മരണത്തിൽ അവർ നിലപാട് വ്യക്തമാക്കുന്നു. ഇതിലൊരു നടപടി ഉണ്ടാകുന്നതുവരെ മറ്റ് പണികൾ ഏറ്റെടുക്കില്ല എന്നാണ് കോൺട്രാക്ടേഴ്സ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.